ഒരു ചെറിയ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. നാസ്തികത, യുക്തിവാദം, സമൂഹം എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ചെറിയ സംഭാഷണം. കൂടെ സംസാരിക്കാനുള്ളത് നാഗേഷ് ചാർവാകമാണ്. അദ്ദേഹത്തിന് വളരെ ദീർഘനാളത്തെ യുക്തിവാദ അല്ലെങ്കിൽ നാസ്തിക പ്രചരണ പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആവേശം നമുക്ക് കാണാവുന്നതാണ്. ചാർവാകം നാഗേഷ്. അദ്ദേഹം ഇടമുറുകിൻ്റെ കാലം മുതൽ അദ്ദേഹത്തിനൊപ്പവും സമാന്തരമായും പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്ന് മറ്റ് കാലഘട്ടങ്ങളിൽ ഈ നവനാസ്തികതയുടേതായ കാലഘട്ടത്തിൽ വരുമ്പോൾ അവിടെയുള്ള വലിയ നേതാക്കന്മാരുമായിട്ടും പ്രമുഖ പ്രവർത്തകരുമായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പം മനസ്സിലാക്കാവുന്നതുപോലെ ഈ യുക്തിവാദ ആശയങ്ങൾ സമൂഹത്തിൽ കുറച്ചുകൂടി വ്യാപകമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഞാൻ യുക്തിവാദിയായ ഒരാളാണ്. ഇടമറുക് പ്രസിദ്ധീകരിച്ചിരുന്ന തേരാളി എന്ന മാസിക യാദൃച്ഛികമായിട്ട് വായിക്കുകയും ആ ചിന്തയിൽ ആകർഷണം തോന്നി മതവിശ്വാസം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു 7ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ഉപേക്ഷിച്ച ഒരാളാണ്. പക്ഷെ അന്നും അതിനുശേഷവും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്തും മറ്റൊരു യുക്തിവാദിയോ അല്ലെങ്കിൽ ഒരു നാസ്തികനെയോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അധ്യാപകരുടെ ഇടയിൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. കോളേജ് കാലത്തിലും അത് തന്നെയാണ്. 1-2 പേരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ആ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതെ നമ്മുടെ ഈ സംഭാഷണത്തിൽ തന്നെ താങ്കളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം കണ്ണം ശ്രീറാമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടായ സമയത്ത് 2010 തോന്നുന്നു ഫേസ്ബുക്ക് വരുന്നത്. 2012 തന്നെ നമുക്ക് കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യുക്തിവാദി എന്ന പേജ് തുടങ്ങിയത് ഇദ്ദേഹമാണ്. അതിനുശേഷമാണ് ഫ്രീ തിങ്കേഴ്സ് എന്ന പേജൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ നവമാധ്യമ രംഗത്ത് യുക്തിവാദം പ്രചരിപ്പിക്കുന്നതിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ്. നാസ്തിക് നേഷൻ്റെ ഫൗണ്ടറാണ്. നാസ്തിക് നേഷൻ എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഫൗണ്ടറാണ്. അത് ഇപ്പം അദ്ദേഹം അതായത് അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എത്തിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന വലിയൊരു യുക്തിവാദ സംഘത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറുമാണ് നാസ്തിക് നേഷനെ പ്രതികരിച്ച്. അപ്പം നമ്മൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ യുക്തിവാദം നാസ്തികത എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ വളരെയും സ്വീകാര്യതപരമായ എത്തിയിട്ടുണ്ട്. ഒരു ഹീറോയിസം പോലെ തന്നെ റാഷണലിസം വന്നിട്ടുണ്ടെന്ന് നമുക്ക് സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും. പണ്ട് കാലത്ത് യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ നക്സലറ്റുകൾ എന്ന് പറഞ്ഞ തീവ്രവാദി ഗ്രൂപ്പുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നതല്ല. ഇന്നൊരു വിദ്യാഭ്യാസ പദ്ധതി പോലെ അതായത് വിവരമുള്ളവരുടെ ഒരു കൂട്ടം എന്ന നിലയിലേക്ക് യുക്തിവാദത്തിന് സ്വീകാര്യത വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ യുക്തി ചിന്തയാണ് സമൂഹത്തിൽ എപ്പോഴും മുന്നോട്ട് നയിച്ചിട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അത് ലോകത്ത് ബർട്രൻഡ് റസ്സൽ മുതൽ ജവഹർലാൽ നെഹ്റു വരെയുള്ള വ്യക്തികളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ പരിവർത്തനം കൊണ്ടുവന്നുള്ളത് യുക്തിചിന്തയുടെ ഫലമായിട്ടാണ്. നമുക്ക് ലോകത്തിൻ്റെ നോക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ ഈ പരിണാമശാസ്ത്രം വളരെയധികം സ്വീകാര്യം വരുന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഫിലോസഫികൾ ഈ പറയുന്ന പോലെ ഫ്രോയിഡ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ മാർക്സിസം മുന്നോട്ട് വെച്ച ഫിലോസഫികളൊന്നും ഇന്ന് ശാസ്ത്രീയ അടിത്തറയിലും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പം അറിവാണ് ഒരു പ്രധാനപ്പെട്ട രീതിയിൽ യുക്തിവാദം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ യുക്തിവാദമാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളോട് എനിക്ക് യോജിപ്പാനുള്ളത്. ഇത് മറ്റൊരു വിചിത്രമായൊരു കാര്യമുണ്ട്. ഈ ആദ്യകാല യുക്തിവാദികൾ നിരീശ്വരവാദികളായിരുന്നില്ല. അവരും മതത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന ആളുകൾ തന്നെയായിരുന്നു. പലതരം മതത്തിൻ്റെ പലതരം ഏർപ്പാടുകളെയും മതത്തിൻ്റെ പലതരം ആചാരങ്ങളെയും ചോദ്യം ചെയ്ത് തുടങ്ങിയവരായിരുന്നു അവർ. തോമസ് പെയിൻ ഉത്തമ ഉദാഹരണമാണ്. തോമസ് പെയിൻ മതം ഉപേക്ഷിച്ച ഒരാളോ അല്ലെങ്കിൽ മതം നിരസിച്ച ഒരാളോ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മതവിശ്വാസം പുലർത്തുന്നതോടൊപ്പം തന്നെ നാരായണഗുരു ഒരു ആത്മീയവാദിയായിരുന്നു. പക്ഷെ അവർ മതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ ഉണ്ടാക്കി. എന്നാൽ അവർ മതങ്ങളാൽ തന്നെ വേട്ടയാടപ്പെടുകയും ചെയ്തു. തോമസ് പെയിൻ മതങ്ങളാൽ വേട്ടയാടപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചപ്പോൾ കുഴിച്ചിടാൻ അവരുടെ പള്ളിയിൽ അനുവാദം കൊടുത്തില്ല. പക്ഷെ അദ്ദേഹം വിശ്വാസിയായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ചിന്താധാര മറ്റു പലരെയും ആവേശം കൊള്ളിക്കുകയും സ്വാധീനിക്കുകയും
അപ്പോൾ ഈ നമ്മുടെ ഈ പറഞ്ഞതുപോലെ തന്നെ ബെർട്രാഡ് റസലിനെ കണക്കുള്ള ഒരു വരികയും അത് ബെർട്രാഡ് റസലിൻ്റെ പരിപൂർണതയിൽ എത്തിക്കുകയും ചെയ്തു. സത്യത്തിൽ ബെർട്രാഡ് റസൽ പറഞ്ഞ കാര്യങ്ങളെ കൂടാതെ ഒരു കാര്യം പോലും ഇന്ന് ഈ നിലയിൽ പോലും ഈ കാലഘട്ടത്തിൽ പോലും ഒരു നാസ്തികരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ബെർട്രാഡ് റസൽ പല കാര്യങ്ങളും മതത്തിന് മാത്രമല്ല സാമൂഹ്യ വ്യവസ്ഥയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ അന്നേ ചോദ്യം ചെയ്ത ആളാണ്. എല്ലാവരും ഈ വിലക്കുകളെയും അദ്ദേഹം അപ്പം ഈ അതെ അദ്ദേഹം ഈ യുക്തിവാദം എന്നുള്ളത് ഒരു ഊന്നൽ കൊണ്ട് അദ്ദേഹം അത് പ്രസ്താവിച്ചു എന്നുള്ളതാണ്. യുക്തിവാദത്തിന് അദ്ദേഹം നല്ലൊരു ഊന്നൽ കൊടുത്തു. ഒപ്പം തന്നെ മത നിരാസവും കൊണ്ടുവന്നു, ഈ നിരീശ്വരവാദം കൊണ്ടുവന്നു. എന്നാൽ പോലും ബെർട്രാഡ് റസലിൻ്റെ ഒരു സംഭാവന ഒരു മഹത്തായ സംഭാവനയാണ്. അത് ബെർട്രാഡ് റസലിൻ്റെ നമ്മൾ വീണ്ടും വായിക്കും. ബെർട്രാഡ് റസലിൻ്റെ നമ്മൾ വീണ്ടും വായിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പം ലോകത്ത് നടക്കുന്ന യുദ്ധമാണ്. യുദ്ധത്തിനെ അതിശക്തമായി എതിർത്ത ഒരു മഹാപണ്ഡിതനായിരുന്നു ബെർട്രാഡ് റസൽ. യുദ്ധം മാനവിക വിരുദ്ധമാണ് എന്ന് അടിവരട്ടെ. അപ്പോൾ യുദ്ധത്തിനെതിരെ പോരാടിയുടെ പരമായി ബെർട്രാഡ് റസലിനെ ലണ്ടനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ഈ ലോകമഹായുദ്ധത്തെ നിരാകരിച്ചുകൊണ്ട് ലേഖനങ്ങളും പ്രഭാഷണങ്ങളും നടത്തിയതിൻ്റെ ഫലമായി ബെർട്രാഡ് റസലിനെ തടങ്കലിലാക്കപ്പെട്ടു ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്നൊരു ഇതുണ്ട്. അപ്പം യുദ്ധത്തിനെതിരെ യുദ്ധം മാനവിക വിരുദ്ധമാണ് എന്നുള്ള മാനവികപരമായ ചിന്ത ഉണ്ടായത് യുക്തിചിന്തയുടെ അടിസ്ഥാനമാണ്. നമുക്ക് യുക്തിചിന്ത എന്തുകൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം നമ്മളിപ്പോഴും പറയുന്നത് യുക്തിവാദം ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനമാണ്. അതിൻ്റെ കാരണം വെച്ചാൽ ഇന്ത്യൻ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന സാധനം ജാതി കൊണ്ട് മൂടിയ ഒരു സമൂഹമാണ്. ഇന്ത്യയുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ തടസ്സം ജാതി ചിന്തയാണ്. ഈ ജാതി ചിന്തയെ എങ്ങനെ യുക്തി കൊണ്ട് പരിശോധിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ മഹാനായ പണ്ഡിതൻ ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച കാര്യമുണ്ട്. മിശ്ര വിവാഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പം മിശ്ര വിവാഹത്തിൽ ഏർപ്പെടുക, മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കേരളം പോലെ അല്ലെങ്കിൽ ഇന്ത്യ പോലെ പ്രദേശം ചെയ്തിട്ടുള്ളത് യുക്തിവാദികളാണ്. സഹോദരൻ അയ്യപ്പനെ തുടക്കം കുറിച്ചതാണ്. നമുക്ക് സഹോദരൻ അയ്യപ്പൻ കേരളത്തിൻ്റെ യുക്തിവാദത്തിൻ്റെ സ്ഥാപക പ്രവർത്തനം കാണുന്നു. സഹോദരപ്പം മുന്നോട്ട് വെച്ച ഒരു ആശയം വെച്ച് മിശ്ര വിവാഹം ജാതിയെ നശിപ്പിക്കാതെ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് സഹോദരപ്പം മനസ്സിലാക്കിയതാണ്. ഇത് ഞാനൊന്ന് ഈ ജാതിയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാൻ വരുന്നു. ഈ ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ച ഒരാളാണ് ഗാന്ധിജി. അദ്ദേഹം അതിനെ യുക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ യുക്തി കൊണ്ട് അദ്ദേഹം അതിനെ ന്യായീകരിച്ചു എന്നുള്ളതാണ്. അപ്പം നമുക്ക് വേറൊരു കാര്യം നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ മനുഷ്യനെന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യർ പൊതുവെ യുക്തിവാദി അല്ലെങ്കിൽ യുക്തി ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ്. ഈസ് എ റാഷണൽ ആനിമൽ. പക്ഷെ വേറൊരു രീതിയിലുള്ള വീക്ഷണം കൂടെ ഉണ്ട്. റാഷണലൈസിങ് ആനിമൽ. മാൻ ഈസ് ബേസിക്കലി എ റാഷണലൈസിങ് ആനിമൽ. അതായത് നമ്മളൊരു തീരുമാനം എടുക്കും. ഈ തീരുമാനം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മളെടുത്തൊരു തീരുമാനമായതുകൊണ്ട് ഈ തീരുമാനത്തിന് നമ്മൾ ന്യായങ്ങൾ കൊണ്ട് ഈ തീരുമാനം ശരിയെന്ന് വരുത്താനുള്ള പ്രവണത നമുക്കുണ്ട്. അത് യുക്തിരാഹിത്യമാണ്, പക്ഷെ അത് യുക്തിയിൽ പൊതിഞ്ഞാണ് വരുന്നത്. യുക്തിയിൽ പൊതിഞ്ഞാണ് വരുന്നത്. ഗാന്ധിയുടെ നിലപാട് ഇതായിരുന്നു. ഗാന്ധിജി ജാതിയെ നന്നായിട്ട് ന്യായീകരിച്ച ഒരാളാണ്. അത് അദ്ദേഹത്തിന്റെ രീതിയിൽ സമർത്ഥിക്കുകയും അത് ശരിയാണെന്ന് പറയുകയും ചെയ്ത ചരിത്രം പരിശോധിക്കാൻ നമ്മൾ നെഹ്റുവിനെ പഠിക്കേണ്ടത്. നെഹ്റു എപ്പോഴും യുക്തിവാദത്തിന് പല ലെവലുകളുണ്ട്, പലതരം അല്ല പല ലെവലുകളൊന്നും പറയാൻ പറ്റില്ല. അതായത് നമ്മൾ യുക്തിവാദത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ശാസ്ത്രത്തിന്റെ രീതിയാണ്. ശാസ്ത്രത്തിന്റെ രീതി ഈ അന്വേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയാണ്. അതാണ് സമൂഹത്തിൽ നമ്മൾ കാര്യങ്ങളെ അപ്ലൈ ചെയ്യുന്നത് ശാസ്ത്രബോധത്തോടെ ആയിരിക്കണം എന്നാണ്. അതാണ് നെഹ്റു സമൂഹത്തെ മനസ്സിലാക്കിയത്. അങ്ങനെ സമൂഹത്തിലുള്ള വ്യക്തികൾ യുക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള അയുക്തികൾ അയുക്തികൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ശാസ്ത്രത്തിൽ. എല്ലാവർക്കും യുക്തി ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ഗാന്ധി ഇതിൽ കണ്ടത് അദ്ദേഹം യുക്തിയാണ്. ഇപ്പൊ ശാസ്ത്രത്തിന്റെ പക്ഷെ ഇതൊരു തുറന്നൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയും സംവാദങ്ങൾ ഏർപ്പെടുകയും സംഭാഷണങ്ങൾ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ എവിടെയാണ് യുക്തി ഉണ്ടത്, എവിടെയാണ് യുക്തി ഇല്ല എന്നുള്ളത് ഇത് നടത്തുന്ന യുക്തിവാദ പ്രവർത്തനം, ശാസ്ത്ര സ്വതന്ത്ര ചിന്ത യുക്തിവാദ പ്രവർത്തനം നമ്മൾ നടത്താറുമ്പോൾ നമുക്ക് പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചോദ്യമാണ്: നിങ്ങൾ എന്ത് സാമൂഹിക പ്രവർത്തനമാണ് ചെയ്യുന്നത്? നിങ്ങൾ ദൈവം ഇല്ല അല്ലെങ്കിൽ മതവിരുദ്ധ പ്രവർത്തനം എന്ത് സാമൂഹിക പ്രവർത്തനം? ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളും ജാതി ചിന്തകളും ശാസ്ത്രവിരുദ്ധതയും തടസ്സമാണ്.
അപ്പം നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കുന്ന ജാതി ഈ ഉള്ള സമൂഹത്തിൽ ജാതി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതാണ് ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനം, സാമൂഹികപരമായ മാറ്റപ്രവർത്തനം. ഈ മത അന്ധവിശ്വാസങ്ങൾ എടുക്കുന്നതിന് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തനം. എന്നാൽ മാത്രമേ രാഷ്ട്രീയപരമായ സാമൂഹികപരമായ ഒരു സമൂഹം മുന്നേറുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ബോധന പ്രവർത്തനങ്ങൾ, അതായത് ശാസ്ത്രബോധന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ ബോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനം, ഒരു സമൂഹത്തിലെ അറിവ് കിട്ടിയാൽ മാത്രമേ സമൂഹം മുന്നേറുള്ളൂ എന്നതാണ് നമ്മൾ ഇത്തരം അപ്പം അവർ ചോദിക്കുന്നു എല്ലാം നേടിയതല്ലേ എന്ന് പറയും. അവർ സമരം ചെയ്ത് നേടിയെന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. പലപ്പോഴും പരീക്ഷയിൽ സമരത്തിനൊരു ഘടകമുണ്ട്, സമരങ്ങൾക്ക് ഘടകമുണ്ട്. അപ്പോൾ പക്ഷേ സമരത്തിനെ ഒരു യുക്തി ഉപയോഗിച്ചാൽ മാത്രമല്ല. അപ്പം ഈ ജോലി സമയം 8 മണിക്കൂർ ആക്കുന്നതൊക്കെ നമ്മൾ സമരം ചെയ്ത് നേടിയതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ഈ സാധനം കൊണ്ടുവന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അദ്ദേഹം ഈ ലേബർ അതിനുവേണ്ടി ഒരു സമരം നടന്നിട്ടില്ല. ഇത് ബ്രിട്ടീഷുകാരുമായ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സംഭവമാണ്. അവർക്ക് ഇൻഷുറൻസ്, അവർക്ക് വെൽഫെയർ, ഈ റിസർവ് ബാങ്ക് ഒക്കെ ഉണ്ടാവുന്നത് ഈ അംബേദ്കറും ഈ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് ഭരണ നിർവഹണത്തിലുള്ള ആൾക്കാരുമായുള്ള ചർച്ചകളിലൂടെയാണ്. അതായത് ചില വ്യക്തികളുടെ യുക്തിചിന്തയാണ് ഇതിന് കാരകമായിട്ടുണ്ടെന്നാണ്. യുക്തിചിന്ത ഇത്തരം കാര്യങ്ങൾക്ക് ഘടകമാകുന്നു. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം തന്നെ ഈ മതവിശ്വാസം പുലർത്തുന്ന ആളുകൾ വലിയ പോസ്റ്റുകൾ വരാറുണ്ട്. ഇപ്പോൾ IIT പ്രിൻസിപ്പൾ ആവുക, അല്ലെങ്കിൽ IIT അധ്യാപകരാകുക. അവർ ഈ കുട്ടികളെ വഴിതെറ്റിപ്പിക്കുന്ന രീതിയിലുള്ള അധ്യയനം നടത്തുകയും അല്ലെങ്കിൽ അവരുടെ ആ കുട്ടികളെ ആ രീതിയിൽ നമ്മൾ IIT ക്വാളിറ്റിയൊക്കെ വളരെ പോയി എന്നും പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് തന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് കുറച്ച് നോബൽ സമ്മാനം കിട്ടി. ആധുനിക ഇന്ത്യയിൽ ഒരു നോബൽ സമ്മാനം പോലും കിട്ടിയിട്ടില്ല. മറ്റൊന്ന്, നമ്മൾ സോഫ്റ്റ് രംഗത്ത് വളരെ വളരെ മുന്നിലാണെന്നൊക്കെ പറയുന്നത്. വളരെ മുന്നിലാണെന്ന് പറയുന്നത് കുറേ കമ്പനികളുണ്ട്. പക്ഷേ നമുക്ക് ഈ AI കണക്കുള്ള നമ്മളുടെ ആ രംഗത്ത് നമ്മളുടെ ഒരു ചിപ്പ് പോലും നിർമ്മിക്കുന്നതാണ് വളരെ വളരെ പിന്നിലാണ് നമ്മൾ. ചൈന കുതിച്ചാട്ടാണ് ഈ രംഗത്ത് തന്നെ വളരെ കുതിച്ചാട്ടാണ് നടക്കുന്നത്. അവർ ചിപ്പുകൾ പോലും സ്വന്തം നിലയ്ക്ക് നിർമ്മിക്കാൻ പോവുകയാണ് ചൈന. അപ്പം നമ്മളുടെ ഈ സമൂഹം ഇപ്പം സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് മേൽക്കൈ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ആ മേൽക്കൈ ഉണ്ടെന്ന് പറയുന്ന നമ്മളുടെ ആളുകളിൽ പോലും, നമ്മുടെ ഈ രംഗത്ത് പോലും നമുക്ക് അത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോഴും ചെയ്യുന്നത് ഈ റിസോഴ്സ് ജോലികൾ ചെയ്യുക എന്നുള്ളതാണ്. സോഫ്റ്റ്വെയർ തന്നെ റിസോഴ്സ് ജോലികൾ, മാൻ പവർ ജോലികൾ. ഇതിന് കാരണം ഈ അന്ധവിശ്വാസമാണെന്നേ. നമ്മൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ശാസ്ത്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതിന് കാരണം ഈ മത അന്ധവിശ്വാസങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെ കയ്യിൽ ചരടും കെട്ടി വന്നിട്ട് ഇന്നത്തെ ഈ ചാണകത്തിലും മറ്റുമൊക്കെ ഗവേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും കുട്ടികളിൽ ഈ പറയുന്ന അന്ധവിശ്വാസത്തിൻ്റെ ചിന്തകളെ അല്ലെങ്കിൽ ശാസ്ത്ര ചിന്തത്തെ ബ്ലോക്ക് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞ ശാസ്ത്രീയപരമായ കുതിപ്പിലേക്ക് പോകാൻ പറ്റാത്തത്. മറ്റ് രാജ്യങ്ങളെല്ലാം ഈ അന്ധവിശ്വാസങ്ങളെ നിരാകരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും. ഇപ്പം പിന്നെ ചൈനയിൽ തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന പ്രോഗ്രാമുണ്ട്. അന്ധവിശ്വാസങ്ങൾക്ക് ഒരു ഇടം കൊടുക്കാറില്ല. ഇപ്പം തന്നെ നമുക്ക് ഈ പലതരം അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് നമ്മുടെ സർക്കാരുകൾക്ക് പൊതുവേ ഉള്ളത്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ. അതെ, ഇപ്പം തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം പത്മഭൂഷൺ കൊടുത്തു. ചികിത്സയ്ക്കാണ് കൊടുത്തത്. വിഷചികിത്സ ഒന്നാന്തര അന്ധവിശ്വാസത്തിനാണ് പത്മവിശ്വാസം. അതെ, വിഷചികിത്സ ഒന്നേ ഉള്ളൂ. ആന്റിവനം കൊടുക്കാൻ വൈദ്യന് വിഷചികിത്സയ്ക്ക് വേണ്ടി പാരമ്പര്യ വൈദ്യന്റെ പത്മഭൂഷൺ കൊടുക്കും. ഇത്തരത്തിലുള്ള തികച്ചും ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അതായത് സർക്കാർ ഉൾപ്പെടെ മുഴുകിയിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ഇതിന്റെ ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു വെളിച്ചം വിതറാനുള്ള ബാധ്യത യുക്തിവാദികൾക്കാണ്. അതാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തനം ഏർപ്പെടേണ്ടത് യുക്തിവാദികളാണ്. ഈ പറഞ്ഞ വിഷചികിത്സന് കൊടുക്കുക, അല്ലെങ്കിൽ ശാസ്ത്രത്തെ ഈ മതവും ശാസ്ത്രവും മതത്തെക്കെതിരിയിരിക്കുന്ന രാഷ്ട്രീയം അധികാരത്തിൽ വരുമ്പോൾ ഈ ശാസ്ത്രവിരുദ്ധത ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. അവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അതായത് ഇന്ത്യൻ ഭരണഘടനാ വിരുദ്ധമാണത്. ഭരണഘടനയിൽ 51A(h) പറയുന്നതുകൊണ്ട് ശാസ്ത്രബോധം പ്രചരിപ്പിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും മൗലിക കടമയാണ്. ഞാൻ ഇതിനകത്ത് വേറൊരു വിഷയത്തിലുണ്ട്. എനിക്കൊരു ആലോചനയുണ്ട്. നമ്മളിപ്പോൾ ഈ ശാസ്ത്രബോധനം ഇപ്പം നമ്മളുടെ സ്കൂൾ സിസ്റ്റം തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു രീതി, ഒരിക്കലും ശാസ്ത്രം കണക്കുള്ള വിഷയങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയും ഒരു ടെക്നിക്കൽ ലാംഗ്വേജിൻ്റെ സഹായത്തോടു കൂടി അല്ലാതെ അതൊരു മാതൃഭാഷയിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് സയൻസിനോടൊരു
ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള താല്പര്യം ഉണ്ടാകത്തുള്ളൂ. സയൻസിനോട് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള താല്പര്യം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യുക അല്ലെങ്കിൽ മാർക്ക് നേടുക, ഒരു ജോലി കിട്ടുക, പഠിക്കുന്നതിനൊക്കെ ഉപരി ആ കുട്ടിക്ക് സയൻസിനോടൊരു താല്പര്യം ഉണ്ടാക്കുക, സയൻസിനോട് പ്രതിപത്തി ഉണ്ടാക്കുക. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര പേർക്ക് ഈ പ്രതിപത്തി ഉണ്ടാവും? സംശയമാണത്. അപ്പോൾ ടെക്നിക്കലായിട്ട് മാത്രമാണ്. അപ്പം നമ്മുടെ സർക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സയൻസ് രംഗത്ത് നമ്മുടെ ടെക്നിക്കൽ പഠനം നടത്തണമെങ്കിൽ ശാസ്ത്ര അവബോധം എന്ന് പറഞ്ഞ കാര്യമുള്ളൂ. അതിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാര്യം ശാസ്ത്രം തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് തന്നെ ഈ ശാസ്ത്രബോധത്തിൻ്റെ ഒരു കുറവുണ്ട്. പരിണാമം പഠിപ്പിക്കുന്ന അധ്യാപകർ മിക്കവാറും സൺഡേ സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന ആൾ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയല്ല, ശാസ്ത്ര അവബോധം എന്ന് പറയുന്നത് അത് ഒരു ശൈലിയായി മാറേണ്ട സാധനമാണ്. അതിനാണ് നമ്മൾ നടത്തുന്ന ശാസ്ത്രബോധ സെമിനാറുകൾക്ക് പ്രാധാന്യമുള്ളത്. അപ്പം നമ്മുടെ സമൂഹത്തിലെ യുക്തിവാദികളുടെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ആണ് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നമുക്കല്ലേ നമ്മുടെ രാഷ്ട്രത്തിൽ ഇപ്പം നോക്കിയാൽ നേരത്തെ ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടികൾ മാനിഫെസ്റ്റോ പറയുക, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന ക്ഷേത്രം നിർമ്മിക്കും. മനസ്സിലായില്ലേ? അപ്പം ഒരു വലിയ ശില്പങ്ങൾക്ക് പണം മുടക്കുക, ഇങ്ങനെ ആ ആരാധനാക്രമങ്ങളെ പോഷിപ്പിക്കുന്ന രീതിയിലേക്ക് മരുന്നു. നേരെ മറിച്ച് നമുക്ക് വലിയൊരു ശാസ്ത്ര ഗവേഷണം, നമ്മൾ ശാസ്ത്ര ഗവേഷണത്തിന് നമ്മുടെ രാഷ്ട്രം മുടക്കുന്ന പണമൊക്കെ വളരെ കുറവാണ്. മറ്റ് രാഷ്ട്രങ്ങൾ മുടക്കുന്ന പണം വെച്ച് നോക്കുമ്പോൾ ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് നമ്മൾ മുടക്കുന്ന പണം വളരെ തുച്ഛമായ. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. എത്രയോ വർഷം മുമ്പ് ഹിന്ദു പത്രത്തിൽ വന്നതാണ് ഈ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നിറങ്ങുന്ന PhD പേപ്പറുകൾ, റിസർച്ച് പേപ്പറുകൾ ഒരു നിലവാരമില്ലെന്ന് പറഞ്ഞത്. ഒരു നിലവാരമില്ലാത്ത പേപ്പറുകളാണ്. ഒരു നിലവാരമില്ല, തട്ടിക്കൂട്ടി എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു PhD കിട്ടാൻ വേണ്ടി എഴുതുക. ഒരു ശാസ്ത്രചിന്തയിൽ യാതൊരു താല്പര്യമില്ലാത്ത, ഗൗരവമായിട്ടുള്ള യാതൊരു പഠനവും നടത്താത്ത ഒരു കൂട്ടം ആളുകൾ, അത് അധ്യാപകരും ഈ വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കുന്ന വെറും പേപ്പറിൻ്റെ വില, അത് അച്ചടിച്ചിരിക്കുന്ന ഈ എഴുതുന്ന പേപ്പറിൻ്റെ വില പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് വരുന്നത്. അതേസമയം ഇതിൻ്റെ ക്വാളിറ്റി ഗ്ലോബൽ അടിസ്ഥാനത്തിൽ ഇത് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ചൈന പോലും നമ്മളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. ആ സമയത്ത് 20 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 20 വർഷം മുമ്പ് ഗവേഷണ പ്രബന്ധങ്ങളുടെ ക്വാളിറ്റിയിൽ ഒരു നിലവാര പരിശോധന നടത്തിയപ്പോഴത്തേക്ക് ഇന്ത്യക്കാർ അവിടെയും ഈ ഉടായ്പ പരിപാടികളായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ആലോചിച്ച് നമ്മുടെ ഈ ഇപ്പം ദബോൾക്കർ ശാസ്ത്രം പ്രചരിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുകയും മതവിമർശനം നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ നമ്മൾ ശാസ്ത്രം പ്രചരിക്കുകയും യുക്തിവാദം പറയുകയും ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ രാഷ്ട്രത്തിൽ അത്ര സേഫാണെന്നൊരു സംശയം നമുക്കുണ്ട്. മറ്റ് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല, അതിന് വലിയ സ്വീകാര്യതയുണ്ട്. അവിടുത്തെ പള്ളികളിൽ ആളില്ല, പക്ഷേ ഇവിടുത്തെ അമ്പലങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ രാഷ്ട്രത്തിൽ. അപ്പോൾ നമ്മുടെ രാഷ്ട്രം എങ്ങോട്ടാണ് പോകുന്നത്? അതായത് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോകുന്നില്ല, എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശാസ്ത്രം, സാങ്കേതികവിദ്യ, സാമ്പത്തിക മേഖല, പല മേഖലകളിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ പിന്നോട്ട് പോക്ക് ഈ മേഖലയിൽ കാണുന്നുണ്ട്. ഇതിനകത്ത് അമേരിക്ക കണക്കുള്ള രാജ്യങ്ങളിലെ അവിടെ ഈ തീവ്രവാദം അല്ലെങ്കിൽ മതപ്രചാരണാർത്ഥമുള്ള രാഷ്ട്രീയമൊക്കെ ഉണ്ട്. പക്ഷേ ഈ റിസർച്ച് തലത്തിൽ നിൽക്കുന്ന അധ്യാപകരും അല്ലെങ്കിൽ ഗവേഷകരും ഒക്കെ തികച്ചും നിരീശ്വരവാദികളായിരിക്കും ഭൂരിപക്ഷം പേരും. അങ്ങനൊരു പഠനമാണ്. അമേരിക്ക ഒരു എക്സെപ്ഷനാണ്, ഒരു വേറിട്ട് നിൽക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ ഒരു വെസ്റ്റേൺ കൾച്ചറായിട്ട് നോക്കുമ്പോഴത്തേക്ക് അമേരിക്കയിൽ കുറേ മാറ്റങ്ങളുണ്ട്. അമേരിക്ക വളരെ അഡ്വാൻസ്ഡ് ആണ്. പലതരം കണ്ടുപിടുത്തങ്ങൾ അമേരിക്കയിൽ നിന്നാണ് വരുന്നത് ഇപ്പോഴും. പക്ഷേ എങ്കിൽ കൂടിയും അവിടെ ഈ മതത്തിൻ്റെ ഒരു ആധിപത്യമുള്ള ഒരു സമൂഹമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അതൊരു കുടിയേറ്റ രാജ്യമാണ്. യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ്. അപ്പോൾ കുടിയേറ്റക്കാരുടേതായിട്ടുള്ള ചില അരക്ഷിത ബോധങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ അരക്ഷിത ബോധത്തിന് മതം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ അമേരിക്കക്കാർക്ക് ഒരു മതത്തിനോടുള്ളൊരു താല്പര്യമുണ്ട്. അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവരുടെ പാഠ്യപദ്ധതികളെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ത്യക്ക് സമാന്തരമായിട്ടുള്ള സിറ്റുവേഷൻ അമേരിക്കയിലുണ്ട്. പക്ഷെ അമേരിക്കയുടെ പ്രത്യേകത വെച്ചാൽ ഉന്നത രംഗത്ത്, അതായത് വിദ്യാഭ്യാസ രംഗത്തിന്റെ ഏറ്റവും മുകളിലുള്ള അടരിൽ യുക്തിവാദികൾ വളരെ കൂടുതലാണ്. എന്നാൽ ഇന്ത്യയിലായിട്ട് ഇത് നേരെ തിരിച്ചു. അവിടെ സ്വാതന്ത്ര്യം ഒരു ഘടകമുണ്ട്. മനസ്സിലല്ലേ? അവിടെ ഒരു ഇതുപോലെ നമ്മൾ തബോൽക്കറിനെ പോലെ അനുഭവം അവിടെ ഒരാൾക്കുണ്ടാവാം. ഇപ്പം നമ്മൾ IIT ഉണ്ടല്ലോ, IIT-കളിലെ അധ്യാപകരെ നോക്കുക, അവർ ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകൾ. അതാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ യുക്തിവാദ രംഗത്ത് പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ വന്ന ആൾക്കാരെല്ലാം യുക്തിചിന്തയെ പ്രൊമോട്ട് ചെയ്തതിൻ്റെ ഫലമായി തന്നെ ആ മേഖലയിലുള്ള പരിവർത്തനം നടന്നിട്ടുള്ളത്.
കേരളീയ സമൂഹത്തിൽ ഈ പറയുന്ന പോലെ ഈ സഹോദരൻ അയ്യപ്പനും വി.ടി. ഭട്ടതിരിപ്പാടും MC ജോസഫും പിന്നെ വന്ന ഇടമുറുകും ഒക്കെ നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായാണ് നമുക്കിവിടെ യുക്തിചിന്തയുടെ ഒരു അടിത്തറ കേരളത്തിലുണ്ടാകും. കേരളം എന്തുകൊണ്ട് പുരോഗമിച്ചു എന്ന് ചോദിച്ചാൽ പല ഘടകങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ യുക്തിവാദത്തിൻ്റെ അടിത്തറയുള്ള മണ്ണിൽ ഈ സമൂഹത്തിന് യുക്തിചിന്ത ഉണ്ടായിരുന്നു എന്നത് ഘടകമാണ്. അത് അങ്ങ് പ്രധാനപ്പെട്ട ഒരു പേര് വിട്ടുപോയി, കോവൂർ അബ്രഹാം. A.T. കോവൂരിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. അത് ഇന്ത്യയിൽ മൊത്തവും അദ്ദേഹത്തിന് സ്വീകാര്യത ഇന്നും ഇപ്പോഴും. ഇന്ത്യ പഞ്ചാബിലാകട്ടെ, ഗുജറാത്തിലാവട്ടെ, മറ്റ് പലയിടങ്ങളിലാവട്ടെ, അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള യുക്തിവാദികൾ പറയുന്ന പേര് A.T. കോവൂറാണ്. A.T. കോവൂരിന്റെ പേരാണ്. A.T. കോവൂർ ഇതിനകത്തൊരു പ്രാരംഭകനായിരുന്നു. അത് തുടക്കം അദ്ദേഹം വളരെ ഫലപ്രദമായിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ്. അല്ല, മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിന് വേറിട്ട് നിൽക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ഘടകമാണെന്നാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. അതായത് ഇവിടെ യുക്തിചിന്തയ്ക്ക് അടിത്തറയുള്ളൊരു ഉണ്ടാക്കിയെടുത്തു. ഇതിലാണ് നമ്മൾ മുന്നേറിയത്. അതോടൊപ്പം തന്നെ നമുക്ക് വിദ്യാഭ്യാസം, ഈ യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു. വിദ്യാലയങ്ങളിലേക്ക് പോകുക എന്നുള്ളതൊരു നയമായിരുന്നു. അത് നാരായണഗുരുവിൻ്റെ സംഭാവന ഉണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു സംഭാവനയിലാണ് നമ്മളൊരു ഉയർന്ന ചിന്താ സമൂഹമാവുകയും പുറത്തു പോയി ജോലി സംഭാവിച്ച് പണം കേരളത്തിൽ വരികയും കേരളം ആ രീതിയിലാണ് ഡെവലപ്പ് ചെയ്ത് കാണാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടുത്തെ സംഘടനകൾ പുറത്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ചിന്തയുടെ ഘടകം ഇതിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്കൊരു രാഷ്ട്രീയ പരിവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളൊന്ന് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ കേരളവും ഏറെക്കുറെ തമിഴ്നാടും വളരെ മുന്നിലാണ്, പല രീതിയിലും മുന്നിലാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും യുക്തിവാദത്തിന്റെ ഒരു അടിത്തറയുണ്ട് ഇപ്പോഴും. ഇപ്പൊ തമിഴ്നാട്ടിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നമുക്ക് ഇപ്പോഴും ഈ ജാതി വാലുകളുള്ള പേരുകളുണ്ട്. കേരളത്തിൽ അത് വളരെ അന്തസ്സായിട്ട് ഇപ്പോൾ ആളുകൾ കൊണ്ടുനടക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ചില സമുദായത്തിലെങ്കിലും അന്തസ്സിന്റെ ഒരു ചിഹ്നമായ പ്രിവിലേജ്, ഈ ജാതി വാല് ഒട്ടിച്ചേർക്കുന്നവരുണ്ട്. പക്ഷെ തമിഴ്നാട്ടിലെ നാണക്കേടാ. നിങ്ങൾ തമിഴ്നാട്ടിൽ ജനിക്കുവാണെങ്കിൽ നിങ്ങൾ അയ്യരെന്നോ അയ്യങ്കാരെന്നോ ഒക്കെ പേരിൽ നിങ്ങൾ വെക്കില്ല. നിങ്ങൾക്കത് നാണക്കേടുണ്ടാവും. ഈ ബോധം അവിടുത്തെ ഈ യുക്തിവാദ പ്രവർത്തനങ്ങൾ അതിശക്തമായി പ്രവർത്തിക്കുന്നു. പക്ഷെ അത്തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള വ്യക്തികളെ അത്രമാത്രം മാറ്റാൻ കഴിയുന്ന കേരളത്തിൽ ഉണ്ടായില്ല എന്ന് ഞാൻ പറയും. കേരളത്തിൽ SNDP ഒരു മാതൃകാ സംഘടനയായി വന്നു. ഈ SNDPയുടെ മാതൃകയൊക്കെ NSSും രൂപപ്പെട്ടു. ഈ NSSന്റെ ഒക്കെ ഒരു അപ്രമാദിത്വത്തിന് കാരണമാണ് ഈ ജാതി പേരുകൾ ഇവിടെ സജീവമായത്. അതായത് ഈ പ്രിവിലേജ് തന്നെ ഈ ജാതി പേര് ഉപയോഗിക്കുന്നത് മോശപ്പെട്ട കാര്യമാണെന്നുള്ളത് മലയാളികൾക്ക് ഇപ്പോഴും ഇല്ല. തമിഴിനുണ്ട്, തമിഴ് പേരിട്ടില്ല. തമിഴ് പേരിടുന്ന എപ്പോഴാണെന്ന് അറിയാം, അവൻ വേറെ സ്ഥലത്ത് സംസ്ഥാനം മാറി ജീവിക്കും മാത്രമേ അവൻ ഇടുന്നുള്ളൂ. അയ്യരും അയ്യങ്കാരും ഒക്കെ അവൻ അപ്പോഴേ ആവുന്നുള്ളൂ. തമിഴ്നാട്ടിൽ അവൻ ഇടുന്നില്ല. ഇവിടെ അല്ലേ രാഷ്ട്രീയ പാർട്ടികളിൽ അറിയപ്പെടുന്ന ആൾക്കാർ ഇലക്ഷൻ മത്സരിക്കും ജാതി പേര് വെച്ചാൽ മത്സരിക്കുന്നത്. അങ്ങനെ അതായത് നമ്മളെ വോട്ട് തിന്നികളായി ജാതി ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് പറഞ്ഞത് നമ്മളെ. അതായത് ഞാൻ ഇപ്പോഴും പറയുന്നു, പല ആൾക്കാർ പറയുന്നു ഒരു മതരാഷ്ട്രീയം എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ശക്തമാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഇവിടുത്തെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച യുക്തിചിന്തയുടെ അടിസ്ഥാനമാണ് ഇതിന് കാരണം. തമിഴ്നാട്ടിലാണെങ്കിൽ പെരിയോറിന്റെ കാലഘട്ടത്തിൽ നിന്ന യുക്തിവാദി പ്രശ്നം. ഇതിപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റും. ഈ തമിഴ്നാട്ടിൽ വളരെ മുന്നേറ്റമുണ്ട്. അവർക്ക് സാമ്പത്തിക മുന്നേറ്റം വരുന്നത് അവരുടെ ഇൻഡസ്ട്രിയുടെ ഫലമായിട്ടാണ്. വ്യവസായം വളരെ ശക്തമാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇപ്പം മഹാരാഷ്ട്രയുടെ വ്യവസായം, മഹാരാഷ്ട്രയുടെ സാമ്പത്തിക മുന്നോക്കം അത് ബോംബെ ആശ്രയിച്ച് മാത്രമേ. നിങ്ങൾ ബോംബെ എടുത്ത് മഹാരാഷ്ട്ര എടുത്ത് ബോംബെ എടുത്ത് മാറ്റാം, പിന്നെ ഇല്ല. മഹാരാഷ്ട്ര ഇല്ല, തീർന്നു. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ പലതരം സംസ്ഥാനങ്ങൾ വികേന്ദ്രീകരണമുണ്ട്. ഈ വ്യവസായം വികേന്ദ്രീകൃതമായില്ല. അവർക്ക് കോയമ്പത്തൂരുണ്ട്. കോയമ്പത്തൂർ ഇത് മെഷീനുകൾ മറ്റുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. മദ്രാസ് ഉണ്ട്, അവിടെയും മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും. പലതരം. അത് മാത്രമല്ല ഈ പലതരം ഏരിയകൾ തലത്തിലും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നത് തമിഴ് സ്ത്രീകളാണ്. ഈ തമിഴ് സ്ത്രീകളുടെ ഒരു മാൻ പവർ തമിഴ്നാട്ടിലോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബിൽ ഗേറ്റ്സ് ഒരിക്കൽ ഏതോ ഒരു ഗൾഫ് രാജ്യത്തിൽ, എനിക്കൊന്ന് UAE ആണെന്ന് തോന്നുന്നു, UAE വന്നിട്ട് അപ്പം UAE ഭരണാധികാരി അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട് മുന്നേറാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടോ? ബിൽ ഗേറ്റ്സ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം അവിടെ രണ്ട് ചേരിയായിട്ട് നിൽക്കുന്നത്, ഒരു സ്ത്രീകളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, ഒരു കട്ടൺ പോലെ ഇട്ടിട്ട് മറ്റേ വർഷത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവർ പറയാം, നിങ്ങളുടെ ഈ തിരിവാണ് നിങ്ങളുടെ പ്രശ്നം. ഇതൊരു വലിയ മാൻ പവറാണ്. സ്ത്രീകൾ എന്നുള്ള മാൻ പവർ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അത് വലിയൊരു മാൻ പവറാണ്.
തമിഴ്നാട് അതാണ് ആ. ഏറ്റവും ഈ പ്രൈവറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ഈ നമ്മുടെ രാഷ്ട്രത്തിന്റെ മൊത്തത്തിൽ ശരാശരിക്ക് മേളിലാണത്, ശരാശരിക്ക് മേളിലാണ്. അത് ആ രീതിയിൽ തമിഴ്നാട് വികസിക്കുന്നുണ്ട്. ഏകദേശം ഒരു ട്രില്യനിലോട്ട് എത്തിക്കാനുള്ള ശ്രമമാണ് അവരുടെ എക്കണോമി സൈസ് 1 ട്രില്യനിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് തമിഴ്നാട് നടത്തുന്നത്. മഹാരാഷ്ട്ര അതിന് മുമ്പിൽ എത്തും. പക്ഷെ മഹാരാഷ്ട്ര അതിന് മുമ്പ് എത്തും. ട്രില്യൻ അച്ചീവ് ചെയ്യാൻ ചിലപ്പോൾ മഹാരാഷ്ട്ര കഴിഞ്ഞേക്കാം. പക്ഷെ എങ്കിൽ പോലും മഹാരാഷ്ട്രയുടെ പ്രശ്നം അതാണ്, വികേന്ദ്രീകരണം ഇല്ല അവിടെ. ബോംബെയെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു വികസനം നടക്കുന്നത്. അല്ല, നമ്മളെ അതിന് കാരണം എന്ന് വെച്ചാൽ ഈ പെരിയോർ കൊണ്ടുവന്ന ഒരു ജാതിവിരുദ്ധ അതുണ്ട്. കാരണം ഈ ഭരണ നിർവഹണത്തിൽ നിന്നും ജാതി അന്ധവിശ്വാസം മാറ്റുന്ന ഒരു രീതി തമിഴ്നാട്ടിലുണ്ട്. നമ്മൾ അത്രത്തോളം ശീലിച്ചില്ല, കേരളം അത്രത്തോളം ശീലിച്ചു. അത് വേറൊരു കാര്യം കൂടെ, കുറച്ചും കൂടെ ഒരു ഇൻക്ലൂസീവ് ആണ്. ഇപ്പം തന്നെ നോക്കിയേ, തമിഴ്നാട് ഭരിച്ചത് കുറേ നാൾ ഭരിച്ചത് മലയാളികളാണ്, തെലുങ്കനാണ്, പലരും ഭരിച്ചു. പക്ഷെ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം അവർ അതിനെ ഉൾക്കൊള്ളുന്നുണ്ട്, ഈ വ്യത്യാസങ്ങൾ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോഴും പോലും നമുക്കൊക്കെ അത് കാണാൻ പറ്റും. ഇപ്പം തന്നെ നോക്കിയേ, യേശുദാസിനെ അവർ വളരെ സ്വീകാര്യതയോടെ കാണുന്നുണ്ട്. യേശുദാസിന് അത് പോട്ടെ, പിന്നെ കലാരംഗമായിരിക്കാം, എങ്കിൽ പോലും അവരുടെ മറ്റ് പല ബൗദ്ധിക രംഗത്തും ഒക്കെ അവർക്ക് അക്സെപ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ മലയാളികൾക്ക് അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു രാഷ്ട്രീയക്കാരെ മറ്റു സംസ്ഥാനത്ത് നിന്ന് ഭരിച്ചിട്ടില്ല. എന്തിനു കൊണ്ട് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇനി ഭരിക്കാൻ പാടില്ല. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇനി ഒരു മുഖ്യമന്ത്രി ഉണ്ടാവാൻ പാടാവുന്ന. കറക്റ്റ്. തമിഴ്നാട്ടിലെ വനിതാ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, നമുക്കിവിടെ വനിതാ മുഖ്യമന്ത്രി ആയിട്ടില്ല. ഒരു ദളിത് സമുദായത്തിന് ആൾ മുഖ്യമന്ത്രി ആയിട്ടില്ല. അതൊക്കെ ശരിയാണ്. നമ്മൾ പരിവർത്തനത്തിൽ ഈ പരിവർത്തനത്തിലെ ആ രീതിയിൽ വന്നിട്ടില്ല. കാരണം പിന്നോട്ട് പോക്കും. അത് ഈ പെരിയാറിന്റെ ഒരു പ്രവർത്തനം വളരെ വ്യാപകമായി തമിഴ്നാട്ടിൽ എത്തി എന്നുള്ളതാണ്. വളരെ അഗ്രസീവായിട്ട് തന്നെ പ്രവർത്തിച്ചു. ഈ സംഭാഷണം ചുരുക്കാൻ തോന്നും അല്ലേ നമുക്ക്. അതായത് നമുക്ക് നാസ്തികത മാത്രം എന്നുള്ള ഒരു യുക്തിവാദ പ്രവർത്തനം മുൻകാലങ്ങളുണ്ടായിരുന്നു. ഇന്നതല്ല, നമ്മുടെ ശാസ്ത്രത്തെ ഇന്നുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ മുമ്പ് യുക്തിവാദികളുടെ കേവല നാസ്തികത എന്നൊരു വാദം ഉണ്ടായിരുന്നു. ഇന്നതല്ല, യുക്തിവാദം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന അറിവാണ് പ്രധാനപ്പെട്ട, സമൂഹം ആണെങ്കിൽ അറിവാണ് പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുക്തിവാദം തന്നെ കുയുക്തിവാദത്തിലേക്ക് കടക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സംഭാഷണങ്ങളും ചർച്ചകളും ആവശ്യമുള്ളത്. ഇതിനെ ജനകീയവൽക്കരിക്കുക എന്നുള്ളതാണ്. പലതിലും ഇത്തരത്തിലുള്ള സംഭാഷണം ഉണ്ടാവട്ടെ. അല്ല, ഈ കുട്ടികളെ നമുക്ക് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സെമിനാറുകളും പരിപാടികൾ വയ്ക്കുമ്പോൾ കോളേജ് വിദ്യാർത്ഥികളൊന്നും എത്താറില്ല. കാരണം അവരുടെ ഇപ്പോഴത്തെ നാച്ചർ എന്ന് വെച്ചാൽ ഇങ്ങനെ സമയം അവർക്ക് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്നാലും അവർ നമ്മളെ യൂട്യൂബൊക്കെ കാണുന്നുണ്ട്. ഞാൻ അടുത്ത കാലത്ത് ഒരു കോളേജ് വിദ്യാർത്ഥിയെ ആയിട്ട് സംസാരിച്ചപ്പോൾ നമ്മളെയൊക്കെ വീഡിയോകൾ കാണുന്നുണ്ട്, മൈത്രേനെ വായിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള സാധനമാണ്. അപ്പം നമുക്ക് യുക്തിവാദം പറയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അവർ ഒഴുക്കിനോടൊപ്പം പോവുകയാണ്. ഇപ്പം തന്നെ ശബരിമലയിൽ പോകുന്നവരുടെ എണ്ണം കൂടി, ഉത്സവങ്ങൾ ആഘോഷിക്കുന്നവരുടെ എണ്ണം കൂടി. അത് ഉത്സവം ആഘോഷിക്കുന്ന ഉത്സവാഘോഷങ്ങളൊക്കെ വളരെ ഗംഭീരമായി അതിന് വേറെ ചെറിയ രീതിയിൽ ആഘോഷിച്ചിരിക്കുന്ന അതിന് വേറെ ഘടകം, അതിന് ഘടകങ്ങൾ വേറെയാണ്. എന്ന് വെച്ചാൽ യുക്തി ചിന്തയ്ക്ക് ഈ പറഞ്ഞ പോലെ ചിന്ത കൂടുതൽ മുന്നോട്ട് തന്നെ പോകുന്നു. ചിന്ത മുകളിലോട്ട് കൊണ്ടുപോകും, കൂടുതൽ ആൾ എത്തിക്കുന്നു. സമൂഹം മുന്നോട്ട് തന്നെ പോകും, അതിന് സംശയമില്ല. പക്ഷേ പിന്നോട്ട് നയിക്കാൻ ചില ശക്തികളുണ്ട്. അതായത് പൊളിറ്റിക്കലായിട്ട് ചില മേഖലകളിലേക്ക്, അതായത് പെട്ടെന്ന് അതായത് അറിവ് ഇല്ലാത്ത സമൂഹത്തിൽ ഈ ഇത്തരം കാര്യങ്ങൾ അതിന് നമ്മളെ ചില ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കുളത്തിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ ഇത്തിരി സമയമെടുക്കും. മീൻ പക്ഷേ ഒരു കുളത്തിൽ, ഈ മീനുള്ള കുളത്തിൽ ഒരു തോട്ടയെറിഞ്ഞാൽ, ഒരു അമിട്ട് പൊട്ടിച്ചാൽ എല്ലാം ചത്തിങ്ങ് വരുമല്ലോ. ആ രീതിയിലാണ് ഈ വിശ്വാസ ആഘോഷങ്ങളെല്ലാം കൂടി ഇപ്പോൾ ആൾക്കാർ കൂട്ടുക എന്നുള്ള സ്ഥലമാണ്. അതിലൊരു ആഘോഷം കൊണ്ടുവരുമ്പോൾ ആൾക്കാർ കൂടുമെന്നാണ്. പക്ഷെ നമുക്ക് ഈ സെക്യുലറുള്ള ആഘോഷങ്ങൾ വരണം. നമുക്ക് സെക്യുലർ ആഘോഷം, പ്രത്യേകിച്ച് നമുക്ക് ഈ ഗവൺമെൻറ്റൊക്കെ ചില സെക്യുലർ ആഘോഷം കൊണ്ടുവരില്ല. അത് ഫിലിം ഫെസ്റ്റിവൽ, കൊച്ചി ബിനാന, ഇതുപോലെ ആഘോഷങ്ങളിൽ ആൾ കൂടുന്നുണ്ട്. ആഘോഷങ്ങൾ സെക്യുലറാണ് അത് സാധനം. അത് നല്ല സിനിമകൾ കാണുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നാടക ഉത്സവങ്ങൾ, നൃത്ത ഉത്സവങ്ങൾ, ഇതൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ആൾ കൂടുന്നുണ്ട്. അപ്പം ആൾക്കൂട്ടം സെക്യുലറുള്ള ആഘോഷങ്ങൾ ഉണ്ടാവുമെന്നാണ്. അപ്പോൾ സമൂഹം പുരോഗമിക്കണമെങ്കിൽ സെക്യുലർ ആവണം. ഒരു മത രാഷ്ട്രീയം ശക്തമായ സമൂഹത്തിൽ സെക്യുലർ ആയിട്ടുള്ള ജീവിതവും സെക്യുലർ പ്രവർത്തനം സജീവമാവണം. അന്ധവിശ്വാസം നൽകുന്ന സമൂഹത്തിലാണെങ്കിൽ ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്ന രീതിയിൽ മുന്നേറണം. അതിന് പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. അതിന് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. എഡ്യൂക്കേഷൻ വേണം, ഒത്തുചേരൽ വേണം. ഇതാണ് എനിക്ക് തോന്നിയത്. ഇതാണ് നമുക്കിവിടെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു, ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ തോന്നുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, നന്ദി.